ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പെസഹായ്ക്കൊക്കെ തയ്യാറാക്കിയെടുക്കുന്ന കൽത്തപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഉഴുന്നെടുത്തിട്ടുണ്ട്. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്ത് വേണം ഇത് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ഉഴുന്നിന്റെ കളറെല്ലാം മാറി ഇതുപോലെയായി കിട്ടണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി വേണ്ടത് പച്ചരിയാണ്. ഞാനിവിടെ 1/2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഈ പച്ചരിയും നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്ത ഉഴുന്നുപരിപ്പും കഴുകി ക്ലീൻ ചെയ്തിട്ട് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി ഒന്ന് വറുത്തെടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് ചെറിയുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് വെളിച്ചെണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ചെറിയുള്ളിയുടെ കളറെല്ലാം മാറി നല്ല മുരിഞ്ഞു വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചെറിയുള്ളി നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇത് ചീനച്ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ്. ഇനി തേങ്ങ റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തേങ്ങ ഇതുപോലെ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് വെളിച്ചെണ്ണയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങയും നന്നായിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതും ചീനച്ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ്. ഇപ്പോൾ നമ്മൾ അരി കുതിർക്കാനായിട്ട് വെച്ചിട്ട് 4 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. അതിലെ വെള്ളമെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഉഴുന്ന് 1 മണിക്കൂർ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെയും വെള്ളമെല്ലാം കളഞ്ഞ് മിക്സിയുടെ ജാറിലോട്ട് അരിയോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അരിയും ഉഴുന്നും കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം. ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. തീരെ നൈസ് പൊടിയായിട്ടല്ല, ഒരു തരിയോട് കൂടിയിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതേ മിക്സിയുടെ ജാറിലോട്ട് തന്നെ 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. 1 അല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ജീരകം, കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലൊരു പകുതി മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കുകയാണ്. ഇപ്പൊ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ അരച്ചെടുത്ത തേങ്ങ അതേ പാത്രത്തിലോട്ട് തന്നെ മാറ്റി കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഈ മാവ് കുറച്ച് കട്ടിയിലാണുള്ളത്. കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ 1/2 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പകുതി വെള്ളം ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ തേങ്ങ അരച്ചെടുത്തത്. ബാക്കി പകുതി വെള്ളം ഈ മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ആ വെള്ളം ഈ മാവിലോട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ചെറിയുള്ളിയും തേങ്ങാക്കൊത്തും ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ ചെറിയുള്ളി വറുത്തതും തേങ്ങ വറുത്തതും കൂടി ചേർത്തപ്പോൾ ഈ മാവ് ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്നും കൂടി ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ മാവ് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് മാവ് വേണ്ടത്. ഇനി ഇത് ചുട്ടെടുക്കാം. ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ തയ്യാറാക്കി എടുത്ത ഉടനെ തന്നെ ചുട്ടെടുക്കാം. ഞാനിത് ഒരു ഉരുളിയിലാണ് ചുട്ടെടുക്കുന്നത്. ഒരു ഉരുളി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചുട്ടെടുക്കാനായിട്ട് നമുക്ക് കുറച്ചധികം വെളിച്ചെണ്ണയുടെ ആവശ്യമുണ്ട്. വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് മൊരിഞ്ഞു വരുമ്പോഴായിരിക്കും നമ്മുടെ ഈ അപ്പത്തിന് ടേസ്റ്റ് ഉണ്ടാവുക. ഈ മാവ് ഉരുളിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. മാവിന്റെ മുകളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മാവിന്റെ അടിഭാഗം മൊരിഞ്ഞു വരുമ്പോൾ നമ്മളിത് മറച്ചിട്ട് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ കുറവാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ തിരിച്ചു മറച്ചു ഇട്ടിട്ട് നമുക്ക് കൽത്തപ്പം റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ പെസഹായ്ക്ക് നിങ്ങൾ കൽത്തപ്പം ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്